ഹായ് ഫ്രണ്ട്സ്, ഇസ്മി പ്രസാദ്. പലപ്പോഴൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നൊരു വാക്കാണ് അദ്ദേഹത്തിന്റെ കൂടെ നല്ല ഭാഗ്യമുണ്ടല്ലേ, അല്ലെങ്കിൽ അവളുടെ കൂടെ നല്ല ഭാഗ്യമുള്ള സമയ, ആ കുട്ടിക്ക് നല്ല ഭാഗ്യമുണ്ട് അല്ലേ. പലപ്പോഴൊക്കെ നമ്മൾ ഭാഗ്യം എന്ന് ഉപയോഗിക്കുന്നത് എന്തിനെയാണ്? നമ്മൾ ആഗ്രഹിച്ച അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചതിനേക്കാൾ വലിയ ഒരു കാര്യം മറ്റൊരാൾക്ക് ലഭിക്കുമ്പോഴാണ് നമ്മൾ അതിനെ ഭാഗ്യം എന്ന് പറയുന്നതല്ലേ, ആണല്ലോ. ഇപ്പോ ഫോർ എക്സാമ്പിൾ, ഒരു പയ്യൻ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു അല്ലേ. ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചിട്ട് അവന് മുന്നേ എന്താ പറയുക, ഒരു പ്രണയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവന് ആദ്യം പ്രണയിച്ച ആ പെൺകുട്ടി തേച്ചൊട്ടിച്ച് പോയി. രണ്ടാമത് കല്യാണം കഴിച്ചത് ആ പെൺകുട്ടിയേക്കാൾ ഭംഗിയുള്ള ഒരു പെൺകുട്ടിയാണ് അവന് പിന്നീട് ലഭിച്ചത്. അപ്പൊ എന്താ പറയാ, നാട്ടുകാരെന്താ പറയും? ഭാഗ്യം എന്ന് പറയും അല്ലേ. ആ പയ്യന്റെ ഒരു ഭാഗ്യേ എന്ന് പറയും അല്ലേ. പലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യം എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളൊക്കെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ആഗ്രഹിക്കുന്ന, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ പ്രവർത്തിക്കുന്ന പല കാര്യങ്ങളും ശക്തമായി എത്രയോ വർഷം മുന്നേ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടി ആഗ്രഹിച്ച പല കാര്യങ്ങളുമാണ് നമുക്ക് ലഭിക്കുന്നത്. അതൊരു ഭാഗ്യമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല.